ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ യുവരാജ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം. ജീവിതത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ അപ്രോച്ച് നോൺ സീരിയസ് ആണ്. യുവരാജ്, ഇത് ചോദിക്കാൻ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിൽ താങ്കൾ കുറച്ച് പിന്നോക്കമായിരുന്നു, എപ്പോഴും 0 ആണെന്നാണ് കേട്ടത്. സത്യമാണോ? അതെ, തീർച്ചയായും. ഞാൻ UKG-യിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അന്നൊന്നും അധികം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു 7-8 എത്തിയപ്പോൾ എനിക്കധികം പഠിക്കാൻ പറ്റാതായി. പിന്നെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ പിന്നെ എനിക്ക് പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റും പോയി എന്ന് പറയാം. ഗെയിം പോലെ തന്നെ താങ്കളുടെ ശ്രദ്ധ മുഴുവനും സിനിമയിലായിരുന്നു. ഒരു ആക്ടറാണോ എന്നായിരുന്നു ആഗ്രഹം? എൻ്റെ അച്ഛൻ ഒരുപാട് പഞ്ചാബി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പിന്നെ ആ സമയത്ത് ഒരുപാട് പുതിയ സ്റ്റാറുകൾ വന്നു. അമിതാഭ് ബച്ചൻ അപ്പോൾ സ്റ്റാറായിരുന്നു. അദ്ദേഹത്തെ പോലെയൊക്കെ ആകാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിഞ്ഞില്ല. ജനങ്ങളൊന്നും കണ്ടിരിക്കാൻ സാധ്യതയില്ല താങ്കൾ പഞ്ചാബി പടത്തിൽ എങ്ങനെ അഭിനയിച്ചെന്ന്. അതിൽ നിന്നൊരു സീൻ ഇപ്പോൾ ഞാൻ ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ്. താങ്കൾ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിച്ചത്? വേണ്ട സാർ, ആ മുഖമൊന്നും ആരെയും കാണിക്കില്ല സാറേ. ഒരുപക്ഷെ പബ്ലിക് ഡിമാൻഡ് ആണെങ്കിൽ കാണിക്കാം, ഞാൻ എങ്ങനെയാ ചെയ്തതെന്നൊക്കെ കാണാം. യുവരാജ് സിംഗ് ഒരു പഞ്ചാബി സിനിമയിൽ ആക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ അതിൽ നിന്നൊരു സീനാണ് കാണാൻ പോകുന്നത്. നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒരു പയ്യനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു പ്രൈസ് കിട്ടുന്നു. സാർ, അത് ഞാൻ സ്കൂളിൽ എല്ലാത്തിലും ഫെയിൽ ആകാറുണ്ടായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നിനക്കധികം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു മാസം പഠിത്തത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തോ, അപ്പോൾ നിനക്ക് നിന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ റോൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു. എനിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. കാരണം ഒരു മാസം എനിക്ക് സ്കൂൾ ലീവ് കിട്ടുമല്ലോ. സോ ഞാനന്ന് പോയിട്ട് ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ റോൾ എനിക്ക് അഭിനയിക്കേണ്ടതായിട്ട് വന്നു സാർ. കുറച്ചാൾ മുൻപ് ഷാറൂഖ് ഖാൻ്റെ അടുത്ത് എങ്ങനെ ആക്ട് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് എടുത്തെന്ന് കിട്ടും. ഷാറൂഖ് ഖാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആക്ടറാണ്, എൻ്റെ ഫേവറേറ്റ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോൾ സംസാരിച്ചാലും അത് ഉപകാരപ്രദമായിരിക്കും, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പിന്നെ ഒരുപാട് തവണ സ്റ്റേജുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തമാശകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ എപ്പോഴൊക്കെ കണ്ടാലും അതൊരു നല്ല ഓർമ്മയാണ്. പിന്നെ അദ്ദേഹം ദേവദാസിലെ ഒരു ഡയലോഗ് താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു. അതായത് ഈ ലവ് ഫെയിലിയർ കാരണം ആരെങ്കിലും മദ്യപിക്കുമോ എന്നുള്ള. അത് അദ്ദേഹത്തിന് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം. ഞാനൊരു പഞ്ചാബി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഞ്ചാബി സിനിമയിൽ ഡയലോഗ് ഡെലിവറി വളരെ നന്നായിരിക്കും എന്നാണ്. ഞാൻ ഹിന്ദിയിലാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സ്റ്റേജ് ലൈഫ് ക്ലോസ് ആയിപ്പോയേനെ സാർ. സോ ഞാൻ അതുകൊണ്ട് പഞ്ചാബിയിൽ ചെയ്തു സാർ. അപ്പോൾ സത്യത്തിൽ താങ്കളുടെ ഇൻട്രസ്റ്റ് ഫിലിമിലായിരുന്നു, ക്രിക്കറ്റിൽ വളരെ കുറവായിരുന്നു അല്ലേ? അതെ, എന്നെപ്പറ്റി അങ്ങനെ ഒരു പെർസെപ്ഷൻ രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ക്രിക്കറ്റിൽ ഞാൻ അധികം ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ബാക്കി കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇക്കാര്യവും ഞാൻ അറിഞ്ഞിരുന്നു. കുട്ടിക്കാലം മുതലേ താങ്കൾക്ക് ക്രിക്കറ്റിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ പട്ടിയാലയിലേക്ക് താങ്കളെ അയച്ചപ്പോൾ നവജോത് സിംഗ് സിദ്ധു വലിയൊരു പ്ലെയറാണ്. അദ്ദേഹം ഒരു 5 ദിവസം കഴിഞ്ഞ് താങ്കളുടെ അച്ഛന് ഫോൺ ചെയ്തിട്ട് ഇവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി, ഇവനെ ക്രിക്കറ്ററൊന്നും ആവാൻ പറ്റില്ലെന്ന്. അതെ, സത്യമാണ്. ആ സമയത്ത് പട്യാലയിലുണ്ടായിരുന്ന പ്ലേയേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് കളിക്കുന്നവരായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വിചാരിച്ചത് നവജോത് സിംഗ്, അദ്ദേഹം നല്ലൊരു പ്ലെയറായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ പറഞ്ഞയച്ചാൽ ഞാനൊരു നല്ല പ്ലെയറായി മാറുമെന്ന്. അന്ന് സിദ്ധു സാർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. 2-3 ദിവസം എനിക്ക് പ്രാക്ടീസ് തന്ന് ഞാൻ എങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അച്ഛനെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക്. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മോനെ കൊണ്ട് അധികം ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലെന്നാണ്. അവൻ്റെ ഉള്ളിൽ ആ ഒരു ഇതില്ല, അതായത് എന്താ പറയുക, ടാലൻ്റ് ഇല്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 15-20 സെക്കൻഡ് സൈലൻ്റ് ആയിട്ടിരുന്നു. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് പിടികിട്ടിയില്ല. അപ്പോൾ കുറച്ചു നേരം ഇരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, മോനെ ലഗേജൊക്കെ എടുത്തോ, നിനക്ക് പ്ലെയർ ആകാൻ പറ്റുമല്ലോ എന്ന്. ഞാനൊന്ന് നോക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കഷ്ടപ്പെടേണ്ട ജോലി തുടങ്ങി. അതിനുശേഷം അടുത്ത 4-5 വർഷത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ തന്നെയായിരുന്നു. എൻ്റെ ക്രിക്കറ്റ് ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ, രാവിലെ എഴുന്നേൽക്കണം, റണ്ണിങ്ങിന് പോകണം. പിന്നെ കോളേജ് ഗ്രൗണ്ടിൽ എൻ്റെ അച്ഛൻ കോച്ചായിട്ടുണ്ടാവും, ചണ്ഡീഗഡിലുള്ള ഡേവി കോളേജിൽ. സോ രാവിലെ കോളേജിൽ പോകണം, ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹം ഉറങ്ങാൻ അനുവദിക്കും. വൈകുന്നേരം ചണ്ഡീഗഡിൽ മറ്റൊരു സ്റ്റേഡിയം ഉണ്ട്, അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം. പിന്നെ രാത്രി വീട്ടിനകത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ആ ഗാർഡൻ വളരെ മനോഹരമായി പരിപാലിച്ചിരുന്നു. അദ്ദേഹം ആ ഗാർഡൻ അവിടുന്ന് ഒഴിവാക്കി. ആ ഗാർഡന് പകരം അവിടെ അദ്ദേഹം ഒരു 17 ഇഞ്ച് പിച്ച് റെഡിയാക്കി, പിന്നെ നെറ്റ്സ് റെഡിയാക്കി. രാത്രി ടെന്നീസ് ബോളിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, അതും നനഞ്ഞ ടെന്നീസ് ബോളിൽ.
അതിലെന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. സിദ്ധു എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, അതായത് താൻ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലെയർ അതിനുശേഷം വലിയൊരു പ്ലെയറായിട്ട് മാറിയത്? അതെ, അതിനുശേഷം ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അണ്ടർ 19 ഇന്ത്യൻ ടീമിലേക്ക് ഞാൻ സെലക്ട് ആയി. പിന്നെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ക്യാമ്പ് പട്യാലയിലായിരുന്നു അന്ന്. പിന്നെ അന്ന് എന്നെ സിദ്ധു സാറ് കാണാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹം ഞാൻ ബാറ്റിംഗ് ചെയ്യുന്നത് കണ്ട് ശരിക്കും ഷോക്കായി. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം എൻ്റെ അച്ഛനെ ഫോൺ വിളിച്ച് എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങളുടെ മോൻ ഒരുപാട് ടാലൻ്റുള്ള കുട്ടിയാണെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു. ഞങ്ങൾ താങ്കളുടെ ആക്ടിംഗ് ക്ലിപ്പ് കണ്ടു, അതുപോലെ താങ്കളുടെ ക്രിക്കറ്റ് കരിയറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. 6 6 അടിച്ചത്, അത് ഓരോരുത്തർക്കും ആ സീൻ വളരെ നന്നായിട്ട് മനസ്സിലുണ്ട്. സീരിയസ് ആയിട്ട് അന്ന് കളിക്കണമെന്ന് വിചാരിച്ചോ, അതോ വെറും ആക്ടിങ് മാത്രമായിരുന്നോ അത്? ജസ്റ്റ് ആക്ടിങ്? അങ്ങനെയൊക്കെ ആക്ടിങ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാ മാച്ചിലും ആക്ടിങ് ചെയ്യായിരുന്നല്ലോ. പക്ഷേ അന്ന് ആ മാച്ചിൽ ഞങ്ങൾ ജയിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 മാച്ചസിൽ എൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു. ലാസ്റ്റ് 2 ഓവറായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എല്ലാ ബോളും അടിച്ച് കളിക്കേണ്ടതായിട്ട് വന്നു. 15-20 ബോളേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ കാര്യം നല്ല ഓർമ്മയുണ്ട്. ഒരു ബാറ്റ്സ്മാന് എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതായത് ഒരു നല്ല ഫീലിംഗ് എപ്പോഴും ഉള്ളിലുണ്ടാവും. അതായത് നമ്മുടെ ബാറ്റിൽ ബോൾ നന്നായിട്ട് കൊള്ളും. അന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പക്ഷേ മാച്ചിൽ എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ടൂർണമെൻറ്റിൽ എനിക്ക് ആ ഒരു നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു, ബോൾ അടിച്ചാൽ നന്നായിട്ട് പോകുമെന്ന്. സോ ആ ദിവസം എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടായി. താങ്കൾ 6 6 അടിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഫ്ലിൻഡോഫിനും താങ്കൾക്കും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചത് സാർ. ഇതിനു മുന്നേയും എന്നോട് ഫാൻസും പിന്നെ ജനങ്ങളും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്, അദ്ദേഹം നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന്. ആ ഒരു കാര്യം എനിക്ക് ഇവിടെ ഒരിക്കലും പറയാൻ പറ്റില്ല സാർ, കാരണം അത് വളരെ സ്നേഹത്തോടെ സംസാരിച്ച കാര്യമാണ്. അതായത് അവിടെ പറഞ്ഞ വൃത്തികേട് ഇവിടെ പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ പറ്റില്ലെന്നാണോ? ആദ്യം ഞാൻ ചീത്തവിളി കേട്ടു, പിന്നെ ഞാൻ എൻ്റെ സ്റ്റൈലിൽ കുറേയൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ എന്താ സംഭവിച്ചെന്നാൽ അത് ഒരു ബിൽഡപ്പായിട്ട് മാറി. അത് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം എന്നോടെന്തോ പറഞ്ഞു, ഞാനതിന് മറുപടി എന്നോണം നല്ലവണ്ണം തിരിച്ചും പറഞ്ഞു. എനിക്കന്ന് നല്ല ദേഷ്യം വന്നിരുന്നു. പറഞ്ഞതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണമെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അപ്പം ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന്. നാച്ചുറലി 6 സിക്സറുകൾ അടിക്കാൻ അവസരം കിട്ടി, ഞാനതടിച്ചു. അപ്പോൾ ആ കണക്ക് ശരിയായി? അതെ, കണക്കുകളൊക്കെ ശരിയായി. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. T20 തോറ്റുപോകുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൂടുതലും തോറ്റുപോകാൻ കാരണം ഈ പ്ലേയേഴ്സിന്റെ നൈറ്റ് ക്ലബിൽ പോകുന്ന യാത്ര കൊണ്ടാണെന്ന്. നൈറ്റ് ക്ലബ് പാർട്ടിയുടെ ലിസ്റ്റിൽ താങ്കളുടെ പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതെ. IPLന്റെ സമയത്ത് പാർട്ടിക്ക് പോകുന്നത്, രാത്രി കൂടുതൽ ഉറക്കമൊഴിക്കുന്നത്, അതിന്റെ എഫക്റ്റാണ് പെർഫോമൻസിൽ കാണിക്കുന്നതെന്ന്. നോക്കൂ, ഈ ടൂർണമെന്റ് IPLന് ശേഷം നടന്നത്, അതായത് 2020 വേൾഡ് കപ്പ്, ഞങ്ങളെപ്പറ്റി എപ്പോഴും മീഡിയയിൽ ഇങ്ങനെയൊക്കെയാണ് പറയാറ്. അതായത് എപ്പോഴൊക്കെ ഇന്ത്യൻ ടീം തോറ്റാലും കളിക്കാരായ ഞങ്ങൾക്ക് നേരെ ഓരോ കുറ്റങ്ങളായിട്ട് ചുമത്തും. ഞങ്ങൾ നന്നായിട്ട് കളിച്ചില്ല എന്ന് പറയില്ല, വിച്ച് ഈസ് സംടൈംസ് ഫെയർ, സംടൈംസ് അൺഫെയർ. പക്ഷേ ഐ തിങ്ക് വി ആർ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരാണ്. സോ ഞങ്ങൾക്ക് അറിയാം, അതായത് രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്. നമ്മുടെ ശരീരത്തിന് അറിയാം, ഒരുപക്ഷെ നമ്മൾ രാത്രി പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അടുത്ത ദിവസം മാച്ച് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ശരിക്കും കളിക്കാൻ പറ്റില്ല. IPL പാർട്ടീസിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ മോഡൽസ് കാണും, പെൺകുട്ടികൾ കാണും, പിന്നെ പല പ്ലേയേഴ്സും ആ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് റൂമിലേക്കും പോകാറുണ്ട്. ഇതൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ സാർ. ഇതൊക്കെ എനിക്ക് പുതുതായിട്ടാണ് തോന്നുന്നത്. നോക്കൂ, IPL ഒരു വലിയ ഈവൻ്റ് ആണ്. പിന്നെ എവിടെയാണോ ഇങ്ങനെയുള്ള ഈവൻ്റ് നടക്കുന്നത്, ക്രിക്കറ്റ് ആൻഡ് ബോളിവുഡ് ഇന്ത്യയിലെ വലിയ 2 ഈവൻ്റുകളാണ്. സോ നിങ്ങൾ രണ്ടിനെയും കൂട്ടിക്കൊഴിക്കുകയാണെങ്കിൽ എപ്പോഴും കോൺട്രവേഴ്സീസ് ഉണ്ടാവും സാർ. പിന്നെ ആ കോൺട്രവേഴ്സിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ആ പാർട്ടിക്ക് ഏത് പ്ലെയർ പോകുന്നോ ഇല്ലയോ, ഒരു പ്ലെയർ, അതായത് യുവരാജ് സിംഗ് എല്ലാ പാർട്ടിയിലും കാണുന്നു. അല്ല, ഈ മുംബൈയുടെ മാച്ച് മുംബൈയിൽ നടക്കുമ്പോൾ എനിക്കൊരിക്കലും ആ പാർട്ടിക്ക് പോകാൻ പറ്റില്ല സാർ, കാരണം ഞാൻ കളിക്കുന്നത് പഞ്ചാബിന് വേണ്ടിയിട്ടാണ്. സോ ഐ തിങ്ക് ഈ അലിഗേഷൻ വളരെ തെറ്റായിട്ടുള്ള ഒന്നാണ്. പിന്നെ എപ്പോഴും ഇത് തെറ്റായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നന്നായിട്ട് കളിക്കുന്ന ദിവസങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് ഫേവറബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ കളിക്കാത്ത ദിവസങ്ങളിൽ അത് പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടോ ഒക്കെ റിലേറ്റ് ചെയ്യും. പിന്നെ ഫിറ്റ്നസ് ശരിയല്ല എന്ന് പറയും. ഐ തിങ്ക് ദാറ്റ്സ് അൺഫെയർ. ആണെങ്കിൽ സത്യം എന്താണെന്നുള്ള കാര്യം താങ്കൾക്ക് പബ്ലിക്കിനോട് പറയാമല്ലോ. അല്ല, സത്യത്തിൽ ഞാൻ പുറത്തു പോകാറില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പുറത്തു പോകാറുണ്ട്. പക്ഷേ
എൻ്റെ 10 വർഷത്തെ കരിയറിൽ ഞാൻ മാച്ച് നടക്കുന്ന സമയത്ത് പുറത്ത് എവിടെയും പോയിട്ടില്ല. പിന്നെ പാർട്ടിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്ലെയർ ഞാൻ മാത്രമൊന്നുമല്ല. ഒരുപാട് പ്ലേയേഴ്സിന് പുറത്തു പോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ക്രിയേറ്റ് അതെ. ആവും. അതായത് പാകിസ്ഥാൻ ക്യാപ്റ്റനായിട്ട് ഇമ്രാൻ ഖാൻ ഉള്ളപ്പോൾ അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ബൗളറാണ്, നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്. പിന്നെ അദ്ദേഹത്തിനെ കാണാനും സൗന്ദര്യമുണ്ട് താങ്കളെപ്പോലെ. താങ്ക് യു. പിന്നെ അദ്ദേഹത്തിന്റെ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ബിഗ് ബോയ്സ് പ്ലേ അറ്റ് നൈറ്റ്. ആ ടീഷർട്ട് താങ്കൾക്കും സെറ്റാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇമ്രാൻഖാൻ ക്രിക്കറ്റിൽ വലിയ പേര് തന്നെയാണ് ഉള്ളത്. ആ ടീഷർട്ട് അദ്ദേഹത്തിനെ ചേരുള്ളൂ. പക്ഷേ ഐ തിങ്ക് ബിഗ് ബോയ്സ് ഹാവ് ടു പ്ലേ അറ്റ് ഡേ അറ്റ് ഗ്രൗണ്ട്, ഓൺലി ദെൻ ദേ ക്യാൻ പ്ലേ അറ്റ് നൈറ്റ്. പിന്നെ ആരൊക്കെ ബിഗ് ബോയ്സ് ഡേയിൽ കളിച്ച് തോൽക്കുന്നുവോ അവർ രാത്രി പബ്ബിലേക്ക് പോയി അവിടെ വഴക്കുണ്ടാക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള അലിഗേഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു തർക്കം നടന്നിരുന്നു. ഞങ്ങൾ വെസ്റ്റ് ഇൻഡീസിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് പബ്രോൾ എന്നൊരു സ്ഥലത്ത് വെച്ച്. പിന്നെ മറ്റൊന്ന്, സെന്റ് ലൂസിയയിൽ. അതെ, നോ ഡൗട്ട്, അവിടെ ഞങ്ങൾ ശരിക്കും കളിച്ചിരുന്നില്ല. പിന്നെ ആക്ച്വലി ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വൈകുന്നേരം ഓസ്ട്രേലിയ പാകിസ്ഥാൻ മാച്ച് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളത് കാണണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ ആ മാച്ച് കാണാൻ പറ്റിയില്ല. സോ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു. അവിടെ എല്ലാ റെസ്റ്റോറൻറ്റും അങ്ങനെ തന്നെയാണ്. റെസ്റ്റോറൻറ്റിൽ ബാർ ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. പിന്നെ അറിഞ്ഞു അത് ബാർ കൂടിയാണ്. രാത്രി ഡിസ്കോ ഉണ്ടാവും, പുലർച്ചെ 4 മണി വരെയൊക്കെ ഉണ്ടാവും. പിന്നെ അലിഗേഷൻ തെറ്റായിട്ടുള്ള ഒന്നാണ്, ഞങ്ങൾ 9 മണി വരെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. പിന്നെ ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ത്യൻ ടീം തോൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അന്ന് അമേരിക്കയിൽ നിന്ന് കാണാൻ വന്നവരൊക്കെ ഇന്ത്യൻ ടീം തോറ്റതിൽ വളരെ പ്രയാസപ്പെട്ടു. പിന്നെ ആ കൂട്ടത്തിലൊരാൾ ഞങ്ങളിൽ ഒരാളെ വല്ലാതെ കുറ്റം പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ അയാളെ അടിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ അവരോട് ഇത്രയേ പറഞ്ഞുള്ളൂ, പ്ലീസ് ഡോണ്ട് ടോക്ക് ലൈക്ക് ദിസ്. പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന്. പിന്നെ സെക്യൂരിറ്റി അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതാണെന്ന് നടന്നത് സർ. ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടും ബോർഡ് താങ്കൾക്ക് നോട്ടീസ് അയച്ചല്ലോ. നോക്കൂ സർ, അതായത് സർ, അവിടെ ജനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മീഡിയ എന്താണ് ക്യാരി ചെയ്യുന്നത് അതാണ് നമ്മൾ കേൾക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ TV ഓൺ ചെയ്ത് വെക്കുമ്പോൾ അതിൽ നമ്മളെ അറിയാത്തവർ പോലും നമ്മളെപ്പറ്റി, അതായത് അവർ പറയുന്ന ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുക. സോ അവർ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. പിന്നെ ഞങ്ങളുടെ രാജ്യത്തെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഞങ്ങളൊന്നും തന്നെ ചെയ്യില്ല. നോക്കൂ, ഒരു പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നെങ്കിൽ, രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് വഴക്കുണ്ടാക്കിയെന്ന് അവർ പറയില്ല. പക്ഷേ യുവരാജ് സിംഗ് ആയതുകൊണ്ട് പറയുന്നു. നോക്കൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കാര്യത്തിനും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ മീഡിയയുടെ ഒരു പെർസെപ്ഷനാണ്. അതായത് ഞാനൊരു ദേഷ്യമുള്ള ആളാണ്, ഞാൻ റൂഡാണ്, ഞാൻ എല്ലാവരോടും ഫൈറ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഇതുവരെ ഒരാളോടും ഫൈറ്റ് ചെയ്തിട്ടില്ല. വീട്ടിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, പക്ഷേ പബ്ലിക്കിൽ പോയിട്ട് ഞാൻ ഇതുവരെ ആരോടും ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് സർ സത്യാവസ്ഥ. താങ്കൾ പബ്ലിക്കിൽ വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ കേൾക്കാൻ നന്നായിട്ടുണ്ട് യുവരാജ്. താങ്കളുടെ ഇമേജ് അങ്ങനെ ഡെവലപ്പായി. പക്ഷെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ലോകത്ത് താങ്കൾക്കൊരു ബാഡ് ബോയ് ഇമേജ് വന്നിരിക്കുന്നു, അത് മാറ്റണമെന്നുള്ളതാണ്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനുവേണ്ടി താങ്കൾ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കണ്ടേ? അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നാവും. ഇത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, അവരുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന്. കാരണം ഈ ഇമേജ് പബ്ലിക്കിന്റെ മനസ്സിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ബാഡ് ബോയ് ഇമേജ് എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ പബ്ലിക് ഇമേജ് എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ മീഡിയ ഇമേജ് എന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഫാൻ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ക്ലബ്ബിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നു, അതുപോലെ രാത്രി 2 മണിക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ കാർ ഓടിക്കുന്നു എന്നൊന്നും. ഞാൻ ഇതുവരെ ഒരുപാട് ഫാൻസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരൊക്കെ എന്നോട് സംസാരിച്ചത് ഈ വിധത്തിലാണ്. അതായത് നിങ്ങൾ നല്ല പ്ലെയറാണ്, നന്നായിട്ട് സിക്സറുകൾ അടിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് അഭിമാനമാണ് എന്നൊക്കെ. താങ്കളും ആഗ്രഹിക്കുന്നില്ലേ ഈ ബാഡ് ബോയ് ഇമേജ് ഒന്ന് മാറണമെന്ന്? അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് സിക്സർ അടിച്ചാൽ മതി. ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കാം.